നമസ്കാരം. വില്ലേജ് ലൈഫ് 1 എന്ന സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഗ്രാമീണ ദൃശ്യമാണ്. ഗ്രാമീണ ദൃശ്യത്തിൽ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന 2 ആളുകളുണ്ട്. അതിൻ്റെ ഒപ്പം പുലരി വെളിച്ചത്തിൻ്റെ ഒരു പ്രസരണം കൂടി ഉണ്ട്. അങ്ങനത്തെ ഒരു ദൃശ്യമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ പുലരി വെളിച്ചം വളരെ ഷാർപ്പായിട്ട് ഒരു പേജിങ്ങിലേക്ക് എത്തിക്കുക, വളരെ സിമ്പിളായിട്ട് എത്തിക്കുക എന്നുള്ള ഒരു ലെസൺ കൂടിയാണ് ഇന്ന് ഇവിടെ ആവിഷ്കരിക്കുന്നത്. അതിന് സ്കെച്ച് ഇട്ടതിന് ശേഷം ഇൻഡിഗോയും കുറച്ച് ക്രിംസൺ റെഡും കൂടി ചേർത്തിട്ട് ആകാശത്തിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് ചെയ്യണം. ഗ്യാപ്പ് ഇട്ട് ചെയ്യുമ്പോൾ ക്ലൗഡ്സ് കൂടി വരത്തക്ക രീതിയിലാണ് ഗ്യാപ്പ് കൊടുത്ത് ചെയ്യണം. ഇൻഡിഗോയും ക്രിംസൺ റെഡാണ്. അത് താഴേക്ക് വരുമ്പോൾ കുറച്ച് ഗാംബോജ് യെല്ലോ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. ഇൻഡിഗോയും ഗാംബോജ് യെല്ലോയും ആ അമ്പലത്തിൻ്റെ മതിലിനോട് ചേർന്നാണ് നമുക്ക് ഗാംബോജ് യെല്ലോ ചെയ്യേണ്ടത്. പുല്ല് എവിടെയൊക്കെ വരണുണ്ട് അവിടെയെല്ലാം നമുക്ക് ഗാംബോജ് യെല്ലോയുടെ ഫസ്റ്റ് വാഷ് കൊടുക്കാം. പുല്ല് ചെറിയ മരങ്ങളൊക്കെ വരുന്ന ഭാഗത്തെല്ലാം നമ്മൾ ഗാംബോജ് യെല്ലോ ഫസ്റ്റ് വാഷ് കൊടുക്കുകയാണ്. ഇടതുവശത്ത് അതുപോലെ ഒന്ന് പതുക്കെ നനച്ച് കഴിഞ്ഞിട്ട് പേപ്പറൊന്ന് നനയ്ക്കണം. അത്രയും ഭാഗം നനച്ച് കഴിഞ്ഞാൽ പിന്നെ പെയിൻറ്റ് വെക്കാൻ എളുപ്പമായിരിക്കും. എന്നിട്ട് ആ ഭാഗത്തേക്ക് കുറച്ച് ഗാംബോജ് യെല്ലോ ലൈറ്റാക്കി കൊടുത്തിട്ട് അതിന് താഴെ വരുമ്പോൾ ഗാംബോജ് യെല്ലോ കൊടുക്കാം. അങ്ങനെ ഗാംബോജ് യെല്ലോ ഏകദേശം പുല്ല് പറഞ്ഞ എല്ലാ ഭാഗത്തും ചെയ്ത് കൊടുത്തതിന് ശേഷം ഇൻഡിഗോയും ക്രിംസൺ റെഡും കൊണ്ട് റോഡിൻ്റെ ഭാഗത്ത് ഒരു ഫസ്റ്റ് വാഷ് കൊടുക്കാം. വളരെ ലൈറ്റായിട്ട് ഇൻഡിഗോയും ക്രിംസൺ റെഡും കൂടി ചേർത്തിട്ടാണ് റോഡിൻ്റെ കളർ ചെയ്യണത്. ഇനി അമ്പലത്തിൻ്റെ മേൽക്കൂരയുടെ ഭാഗം ചെയ്യാം. അതിന് നമുക്ക് ബേൺ സീന നേരിട്ടെടുക്കാം. ബേൺ സീന നേരിട്ടെടുത്തിട്ട് ഓട് പറഞ്ഞ ഭാഗത്ത് ബേൺ സീനയുടെ കൂടെ കുറച്ച് ഇൻഡിഗോയും കൂടി ചേർത്തിട്ട് ഓട് പറഞ്ഞ ഭാഗത്ത് ഫസ്റ്റ് വാഷ് കൊടുക്കുകയാണ്. ബേൺ സീന മാത്രം കൊടുക്കാതെ ഇൻഡിഗോ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഓടിൻ്റെ ഒരു പഴക്കമുണ്ടല്ലോ, ആ പഴക്കം നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കാനായിട്ടാണ് ബേൺ സീനയുടെ കൂടെ ഇൻഡിഗോ ചേർത്ത് കൊടുക്കുന്നത്. ഈ അമ്പലത്തിൻ്റെ ഗേറ്റാണ് കാണുന്നത്, അതായത് പ്രവേശന കവാടം. അതിൽ ലൈറ്റ് ഒന്ന് വീഴുന്ന ഭാഗത്ത് നമുക്ക് ചെയ്യേണ്ട പേപ്പർ വൈറ്റ് തന്നെ ഇടാം. ഇനി നമുക്ക് ഇടതുവശത്തായിട്ട് കുറച്ച് മരങ്ങളുടെ കൂട്ടമുണ്ട്. ആ കൂട്ടങ്ങളുടെ ശിഖരം ആദ്യം ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് ബേൺ സീന, പിന്നെ ക്രിംസൺ റെഡ്, അതിൻ്റെ കൂടെ ഇൻഡിഗോ, ഈ 3 കളർ മിക്സ് ചെയ്തിട്ട് ഒരു നമ്പർ 8 പോയിൻറ്റ് ബ്രഷ് എടുത്തിട്ട് ഈ ഇലകളുടെ ശിഖരങ്ങൾ, ഇലകളുടെ എൻഡുകൾ, ഈ അഗ്രഭാഗമുണ്ട് ഇലകളുടെ, അത് ആദ്യം നമുക്ക് ചെയ്ത് വെക്കാം. അത് മുകളിൽ നിന്ന് താഴേക്ക് വളഞ്ഞ് ഒരു സ്വാഭാവികത വരത്തക്ക രീതിയിൽ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സ്ട്രോക്സ് കുറച്ച് സ്ട്രോക്സ് താഴത്തേക്ക് കൊടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ഈ കളേഴ്സ് ഡെപ്ത് കളേഴ്സ് ഫില്ല് ചെയ്യാം. ഡെപ്ത് കളേഴ്സ് ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത് അതിനകത്ത് ബേൺ സീന ഉണ്ട്, അതിൻ്റെ കൂടെ സാപ്പ് ഗ്രീൻ ഉണ്ട്. ബേൺ സീന, സാപ്പ് ഗ്രീൻ, പിന്നെ ബേൺ സീന, സാപ്പ് ഗ്രീൻ ഉണ്ട്, അതിൻ്റെ കൂടെ ഇൻഡിഗോ ഉണ്ട്. അങ്ങനെ ഈ 3 കളർ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഇടതുവശത്ത് ഒരു മരങ്ങളുടെ കൂട്ടമാണ്. ആ മരങ്ങളുടെ കൂട്ടം നല്ല ഡാർക്കായിട്ട് വരികയാണ്. ആ ഡാർക്കായിട്ട് വരുന്ന ഭാഗത്താണ് നമ്മൾ ഈ 3 കളേഴ്സ് ചെയ്യുന്നത്. ബേൺ സീന, സാപ്പ് ഗ്രീൻ, പിന്നെ ഇൻഡിഗോ. അത് താഴേക്ക് വരുമ്പോൾ ഡെപ്ത് കൂട്ടി കൊടുക്കാൻ കുറച്ച് പെയിൻസ് ഗ്രേയും കൂടി ചേർക്കാം. അപ്പോൾ ആ ഭാഗത്തുള്ള മുഴുവൻ കാഴ്ചകളും അടഞ്ഞ് പോവുകയാണ്. അടഞ്ഞ് പോകുമ്പോൾ അതിനപ്പുറത്തുനിന്ന് വരുന്ന എതിർഭാഗത്തുനിന്ന് വരുന്ന ലൈറ്റ് വളരെ ഷാർപ്പായിട്ട് വീഴുന്ന ഒരു ഫീല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഇത്രയും ഭാഗം ഞാൻ അടച്ച് കളയണത്. മരങ്ങളുടെ ശിഖരങ്ങളൊക്കെ വെച്ച് അടച്ച് കളയുകയാണ്. ബേൺ സീന, സാപ്പ് ഗ്രീൻ, ഇൻഡിഗോ. ഡെപ്ത് കൂട്ടാനായിട്ട് ചില ഭാഗത്ത് പെയിൻസ് ഗ്രേ. ഇതിൻ്റെ കോമ്പൗണ്ട് വാളുണ്ട്. ആ കോമ്പൗണ്ട് വാളിലും ഇതുപോലെ ഡാർക്ക് ടോൺ കൊടുത്താൽ മതി. അതായത് ബേൺ സീന, സാപ്പ് ഗ്രീൻ കൊടുക്കാൻ ഈ പൂപ്പലൊക്കെ ഉള്ളതുകൊണ്ടാണ്. ബേൺ സീന, സാപ്പ് ഗ്രീൻ, ഇൻഡിഗോയും കൂടി ചേർത്തിട്ട് കുറച്ച് പെയിൻസ് ഗ്രേയും കൂടി ചേർത്തിട്ട് ആ ഭാഗം അത് ഡാർക്ക് ആയിരിക്കണം ആ കളർ, ആ മതിൽ. കാരണം സൂര്യപ്രകാശം അവിടെ നേരിട്ട് വീഴണില്ല, അതിന് ഓപ്പോസിറ്റാണ് ലൈറ്റ് സൂര്യപ്രകാശം വീഴേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ മതിൽ നല്ല ഡാർക്ക് ആയിരിക്കണം. അതാണ് അതിൻ്റെ അടിഭാഗം ചെറിയ ചെറിയ പുല്ല് വന്ന പോലെ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ ഭാഗത്ത് നമുക്ക് കുറച്ച് സാപ്പ് ഗ്രീനും ഗാംബോജും കൂടി ചേർത്ത് കൊടുക്കാം. പുല്ലിൻ്റെ ഭാഗം അത് കുറച്ച് ഡാർക്കായിട്ട് വരണം. സാപ്പ് ഗ്രീനിൻ്റെ കൂടെ ഗാംബോജ് യെല്ലോ.
ഇനി വലതുവശത്തുള്ള തെങ്ങിൻ്റെയും മരങ്ങളുടെയൊക്കെ കൂട്ടമാണ്. അതിനിപ്പോൾ നമുക്ക് ക്രിംസൺ റെഡിൻ്റെ കൂടെ ഞാൻ ഇൻഡിഗോ എടുത്തിരിക്കുന്നത്. ഇൻഡിഗോയും ക്രിംസൺ റെഡും കൊണ്ട് ഫസ്റ്റ് വാഷ് ചെയ്യണം. വളരെ ലൈറ്റായിട്ട് തെങ്ങിൻ്റെ ഓലകളുടെയൊക്കെ ഒരു ഷേപ്പ് വരത്തക്ക രീതിയിൽ ഇൻഡിഗോയും ക്രിംസൺ റെഡും കൊണ്ട് ഡാർക്കൻ ചെയ്യണം. അതിന് കൂടെ ഗാംബോ ജെല്ലോയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഗാംബോ ജെല്ലോ, ക്രിംസൺ റെഡ്, ഇൻഡിഗോ ഈ 3 കളേഴ്സാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അത് വരച്ച് നമുക്ക് താഴേക്ക് വരണം. ഇടയ്ക്കിടയ്ക്ക് ലൈൻസ് തെങ്ങിൻ്റെയൊക്കെ തടി പോലെ കുറച്ച് ലൈൻസ് കൊടുക്കണം താഴേക്ക്. അത് നമ്മൾ നേരത്തെ എടുത്ത ലെമൺ യെല്ലോ ആയിട്ട് ഗാംബോ ജെല്ലോ ആയിട്ട് ബ്ലെൻഡാക്കി പോകണം. ഫുൾ വരക്കരുത്, ചില ഭാഗത്ത് ചില സ്പോട്ടുകൾ മാത്രം മതിയാകും. പക്ഷേ അമ്പലത്തിൻ്റെ മതിലും കാര്യങ്ങളെല്ലാം നല്ല ഷാർപ്പായിട്ട് വേണം ചെയ്യാനായിട്ട്. ഷാർപ്പായിട്ട് തെളിച്ച് കൊടുക്കണം. ഇനി അമ്പലത്തിൻ്റെ മേൽക്കൂരയുടെ ഭാഗത്താണ്. ആ മേൽക്കൂരയുടെ ഭാഗത്ത് ആദ്യം കാണുന്ന ഭാഗത്ത് തന്നെ നമുക്ക് ബേൺ സിയന ഡാർക്കാക്കി കൊടുക്കാം. ബേൺ സിയന അതൊന്ന് ഉണങ്ങി വരുമ്പോൾ ആ ബേൺ സിയനയ്ക്ക് കുറച്ച് പെയിൻസ് ഗ്രേ ചേർക്കുകയാണ്. ഡെപ്ത് വരുന്ന ഭാഗത്ത് പെയിൻസ് ഗ്രേ ആണ്. ബേൺ സിയന കൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്കാണ് പെയിൻസ് ഗ്രേ ചെയ്യുന്നത്. അപ്പം ബേൺ സിയന പെയിൻസ് ഗ്രേയോട് ബ്ലെൻഡായിട്ട് വേറൊരു കളറായിട്ട് വരും. ഈ മുൻഭാഗത്ത് ലൈറ്റ് നേരിട്ട് വന്ന് വീഴണം. അപ്പോൾ ആ ഭാഗത്ത് അതിൽ ചെറിയ ഷെയ്ഡ് മാത്രം കൊടുത്താൽ മതി, സെപ്പറേഷൻസ് മാത്രം. ഇപ്പോൾ കുറച്ച് പടികൾ പോലെയുണ്ട്, ആ പടികൾ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അവിടെ വേറെ കളർ കൊടുക്കേണ്ട കാര്യമില്ല. എന്നിട്ട് നമ്മൾ ഫേസ് ചെയ്ത ഭാഗമുണ്ടല്ലോ, അതാണ് അവിടെ ലൈറ്റ് തീരെ വീഴില്ല. അപ്പോൾ ആ ഭാഗത്ത് ബേൺ സിയന പെയിൻസ് ഗ്രേ കൊണ്ട് ഡാർക്ക് ടോൺ ആക്കി കൊടുക്കണം. ബേൺ സിയന പെയിൻസ് ഗ്രേ അത് ഡാർക്ക് ടോൺ ആക്കി കൊടുക്കണം. സൂര്യപ്രകാശം വരുന്ന വീടിന് ഭാഗത്ത് നല്ല ലൈറ്റ് വരുന്ന രീതിയിൽ പേപ്പർ വൈറ്റ് തന്നെ കൊടുത്തിട്ട് അതിൽ സെപ്പറേഷൻ കൊടുക്കുക. അതുപോലെ എന്നിട്ട് നമ്മളിപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഭാഗത്ത് നല്ല ഡാർക്ക് ടോൺ ആയിരിക്കണം. അപ്പോൾ ശരിക്ക് അത് സൂര്യപ്രകാശത്തിൻ്റെ ലൈറ്റിൻ്റെ ശക്തി, ഫോഴ്സ് നമുക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റും. അതാണ്. അതുപോലെ അമ്പലത്തിൻ്റെ മുഖപ്പിൽ ഒരു ഓടിൻ്റെ സജഷൻ ഉണ്ട്. ആ ഭാഗത്ത് ബേൺ സിയന കുറച്ച് ക്രിംസൺ റെഡ് കൂടി ചേർത്തേക്കാണ്. ബേൺ സിയന ക്രിംസൺ റെഡ്. എന്നിട്ട് അതിന് കൂടെ നമുക്ക് കുറച്ച് ഇൻഡിഗോ ചേർക്കാം. ഇൻഡിഗോ ചേർത്ത് കഴിയുമ്പോൾ ഒരു പഴയ ഓടിൻ്റെ ഒരു സ്വഭാവം കിട്ടും. ഇതെല്ലാം 50% വെള്ളം 50% കളർ, ആ ഒരു കോമ്പിനേഷനിലാണ് ചെയ്യുന്നത്. കാരണം ഇതിപ്പോൾ സെക്കൻഡ് വാഷാണ്. ഫസ്റ്റ് വാഷിൽ നമ്മൾ 30% വെള്ളം 30% കളറും 70% വെള്ളം കൊണ്ടാണ് ഫസ്റ്റ് വാഷ് ചെയ്തത്. അപ്പോൾ സെക്കൻഡ് വാഷ് ആകുമ്പോൾ 50% കളർ 50% വെള്ളം, ആ കോമ്പിനേഷനിലാണ്. ഈ അമ്പലത്തിൻ്റെ ഓടിൻ്റെ ഭാഗമുണ്ട്, അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബേൺ സിയന ഇൻഡിഗോ കൊണ്ട് ആദ്യം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ബേൺ സിയന ഇൻഡിഗോ. അപ്പോൾ ഇത്തിരി ഡാർക്ക് ടോൺ അവിടെ കിട്ടും, കാരണം അത് ലൈറ്റ് വീഴാത്ത ഭാഗമാണ്. അപ്പോൾ ബേൺ സിയന ഇൻഡിഗോ അതിൻ്റെ കൂടെ പെയിൻസ് ഗ്രേ ചേർത്തിട്ട് ആണ് ഇപ്പോൾ അത് ചെയ്യുന്നത്. ബേൺ സിയന ഇൻഡിഗോ പെയിൻസ് ഗ്രേ 3 കളറാണ്. കുറച്ച് സാപ്പിൻ ആ ഭിത്തിയോട് ചേർത്ത് കൊടുക്കും, കാരണം പായൽ വന്ന ഒരു ഫീൽ ഉണ്ടാവാനായിട്ടാണ്. അതിനോട് ചേർത്ത് നിന്നിട്ട് ബേൺ സിയന ഇൻഡിഗോ പെയിൻസ് ഗ്രേ ആ കോമ്പിനേഷൻ കൂടി ചേർത്തിട്ട് ആ ഓടിൻ്റെ ഭാഗം ഫില്ല് ചെയ്യുക. അപ്പോൾ പായൽ പിടിച്ച ഒരു ഓട് എന്നുള്ള ഒരു ധാരണ ഫീൽ വരുത്താനായിട്ടാണ് ഞാനവിടെ സാപ്ലിൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്തത്.
ഇനി ഓടിൻ്റെ താഴ്ഭാഗമായിട്ടൊക്കെ ഒന്നും കൂടി ഡാർക്കൻ ചെയ്ത്, എന്നിട്ട് എക്രോസ് ടൈൽസിൻ്റെ ഡിസൈൻ വരത്തക്ക രീതിയിൽ എക്രോസ് കുറച്ച് ലൈൻസും കൊടുത്താൽ ആ ടൈലിൻ്റെ ഓടിൻ്റെ ഡിസൈൻ നമുക്കവിടെ ഫീൽ ചെയ്യും. അതാണ് ഈ കമത്തോട് മൂലോട്ട് തോന്നില്ല, ആ മൂലോട്ട് ഡിസൈൻ കൃത്യമായിട്ട് അതേപോലെ ചെയ്തിരിക്കണം. ഇനി കുറച്ച് ക്രിംസൺ റെഡ് ലൈറ്റാക്കി എടുത്തിട്ട്, കാരണം അവിടെ ഒരു കളറുണ്ട്, ഒരു റോസ് കളറാണ് ആ ഭിത്തിക്ക്. അപ്പോൾ അതിന് ക്രിംസൺ റെഡ് ലൈറ്റാക്കി എടുത്തിട്ടാണ് ആ ഭാഗത്ത് മാത്രം ചെയ്തത്. ഇനി പെയിൻസ് ഗ്രേ ബേൺ ചെയ്യുന്ന എടുത്തിട്ട് ഈ ഓടിൻ്റെ അടിഭാഗത്ത് ഡാർക്ക് ടോൺ കിട്ടാനായിട്ട് ബേൺ ചെയ്യുന്ന പെയിൻസ് ഗ്രേ അത് മുകളിൽ അടിച്ച റോസ് കളർ പെയിൽ റോസ് പോകാതെ നോക്കണം. ബേൺസീന മാത്രം എടുത്തിട്ട് ഓടിൻ്റെ താഴ്ഭാഗത്തെ മതിലുണ്ടല്ലോ, ആ മതിലിനോട് ചേർന്ന് ബേൺസീന മാത്രം ചെറിയൊരു വാഷ്. അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് കറക്റ്റ് ആ തൂണൊക്കെ തിരിയണ ആ ഭാഗത്ത് തൂണിൻ്റെ ലൈൻ മാത്രം മതി, കളർ കൊടുക്കരുത്. കാരണം അവിടെ ഡേ ലൈറ്റ് നേരിട്ട് വന്ന് വീഴാനുള്ളതാണ്. തൂണിൻ്റെ സജഷൻ കൃത്യമായിട്ട് ചേർക്കാം. പെയിൻസ് ഗ്രേ ബേൺ സിയന, ഡാർക്ക് ടോൺ കിട്ടാനായിട്ട് ഞാനിപ്പോൾ ആ കളർ എടുക്കുന്നത് ബേൺ സിയന പെയിൻസ് ഗ്രേ. അമ്പലത്തിൻ്റെ മെയിൻ വാതിലിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ ഭാഗമാണ്. അത് നല്ല ഡാർക്ക് ടോണിൽ കൊടുത്തിട്ട് കളർ അവിടെ തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഡേ ലൈറ്റ് വന്ന് വീഴുമ്പോഴുള്ള ഒരു ഗ്ലിറ്ററിങ് അവിടെ ഫീൽ ചെയ്യും. അതാണ് ഫുൾ. ഞാനവിടെ ഡോർ ഡാർക്ക് ആക്കിയില്ല, ഇടയ്ക്കൊന്ന് തുടച്ചെടുത്ത് കളറ്. അതുപോലെ ആ ഭിത്തി ഒന്ന് തിരിച്ചെടുത്തിട്ട് അതിൻ്റെ വലതുവശം ശരിക്ക് നമ്മളെ ഫേസിയുടെ ഭാഗത്ത് നല്ല ഡാർക്ക് ടോൺ പെയിൻസ് ഗ്രേ ബേൺ സിയന, അപ്പോൾ ഒരു ഇരുണ്ട ബ്രൗൺ കളർ കിട്ടും. ആ കളർ കൊണ്ടാണ് നമ്മൾ വലതുവശത്തൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ചെറുതായിട്ടൊന്ന് ബേൺ സിയന വാഷ് ചെയ്ത് കൊടുക്കണം. കാരണം ഈ കുറേ പൊടിയും മണ്ണും ഒക്കെ വന്നിട്ടുള്ള മതിലിൻ്റെ കളർ മുഷിഞ്ഞ കളർ വരില്ലേ, അതിനാണ് ബേൺ സിയന ലൈറ്റാക്കി കൊടുത്തത്. അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം ഡേ ലൈറ്റ് വന്ന് വീഴുന്ന ഭാഗത്ത്. ഇനി ചുറ്റുമതിലാണ്. ചുറ്റുമതിലിന് നേരത്തെ നമ്മൾ ചെയ്ത് കൊടുത്ത് ക്രിംസൺ റെഡ് വളരെ ലൈറ്റാക്കിയിട്ട് റോസ് കളർ കിട്ടാനായിട്ടാണ് ക്രിംസൺ റെഡ്. അമ്പലത്തിൻ്റെ കോമ്പൗണ്ട് വാളിന് ഈ ക്രിംസൺ റെഡാണ്. അത് കുറച്ച് വളച്ചു കൊടുക്കണം, കാരണം വളഞ്ഞിരിക്കുന്ന പോലത്തെ മതിലാണ്. ആ മതിൽ തീരുമ്പോഴേക്കും സാപ്ലിൻ എടുത്തിട്ട് ഈ നേരത്തെ മുകളിൽ ചെയ്ത ക്രിംസൺ റെഡിനോട് ചേർത്ത് വെച്ചിട്ട് സാപ്ലിൻ കൊടുക്കണം. സാപ്ലിൻ്റെ കൂടെ ബേൺ സിയനും കൂടെ ചേർത്ത് പുല്ലുകൾ പോലെ ചെയ്ത് കൊടുക്കാം. ഇനി ഓടിൻ്റെ താഴ്ഭാഗമായിട്ട് കുറച്ച് പെയിൻസ് ഗ്രേ ഡാർക്ക് ടോൺ ആക്കി കൊടുക്കണം. അവിടെ കുറച്ച് അഴികളും ജനലുകളൊക്കെ ഉണ്ട്. ജനലിൻ്റെ സജഷൻ കൃത്യമായിട്ട് കൊടുക്കണം. അത് ചെയ്യുമ്പോൾ തന്നെ കോമ്പൗണ്ട് വാളിൻ്റെ സജഷൻ കൃത്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അമ്പലത്തിനകത്തുള്ള ആ മതിൽക്കെട്ടിനകത്തുള്ള ജനലും വാതിലുമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടി ആ അമ്പലത്തിൻ്റെ ഭാഗം ഡാർക്കൻ ചെയ്യാൻ ക്രിംസൺ തന്നെ ഡാർക്കൻ ചെയ്ത് നിർത്തിച്ചാൽ മതി. അതിന് കൂടെ പെയിൻസ് ഗ്രേയും കൊടുക്കാം.
പെയിൻസ് ഗ്രേ ക്രിംസൺ റെഡാണ്. ആ ഭാഗത്തുള്ള ഷേപ്പെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ട് വേണം അത് ചെയ്തെടുക്കാൻ. പെയിൻസ് ഗ്രേ ക്രിംസൺ റെഡ്. ഇനി അരമതിലിൻ്റെ ഒരു വരാന്ത പോലെയുണ്ട്. വരാന്തയുടെ താഴ്ഭാഗത്ത് ഈ ക്രിംസൺ റെഡും പെയിൻസ് ഗ്രേയും ചേർത്ത് കൊടുക്കണം. കാരണം അവിടെ ഡേലൈറ്റ് വന്ന് വീഴില്ല. അതിനോട് ചേർന്ന് സാപ്പ് ഗ്രീൻ കൊടുക്കാം. പുല്ല് വന്ന് വളയുന്ന രീതിയിൽ അങ്ങനെ വരാന്ത മുഴുവനും ആ രീതിക്ക് ചെയ്ത് തീർക്കണം. അതുപോലെ ക്രിംസൺ റെഡ് എടുത്തിട്ട് ആ കോമ്പൗണ്ട് വാളിൻ്റെ ചെറിയ സജഷൻസ് കൊടുക്കണം, വളച്ച് കൊടുക്കണം. ഇനി ഗാംബോ ജെല്ലോൻ്റെ കൂടെ കുറച്ച് ബേൺസീന ചേർത്തിട്ട് ദൂരെയുള്ള പുല്ലുകളുണ്ട്. ആ പുല്ലുകൾക്ക് ഗാംബോ ജെല്ലോ ഒന്ന് ഡാർക്ക് ടോൺ കിട്ടാനായിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ബേൺസീന, അത് സെയിം കോമ്പിനേഷൻ തന്നെ നമുക്ക് ഈ മുൻഭാഗത്ത് ചെയ്യാം. ഗാംബോ ജെല്ലോ കുറച്ച് ബേൺസീന ചെറിയ സ്ട്രോക്ക് കൊടുക്കാനായിട്ട്. പിന്നെ ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ട് ഇൻഡിഗോയും ക്രിംസണോട് ചേർത്തിട്ട് റോഡിൽ നമുക്ക് ഷാഡോ ഉണ്ടല്ലോ, ആ ഷാഡോ വീഴ്ത്താം. അതിൽ ഇൻഡിഗോയും ക്രിംസൺ റെഡും കൂടി ചേർത്തിട്ടാണ് ഫ്ലാറ്റ് ബ്രഷ് കൊണ്ട് നമുക്കൊരു ഷാഡോ പോലെ വീഴ്ത്തണം. അതുകൊണ്ട് ആ സെയിം ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു നമ്പർ 8 ബ്രഷ് കൊണ്ട് തൊട്ട് അപ്പുറത്തുള്ള പുല്ലുകളുടെ, തെങ്ങുകളുടെയും ചെടികളുടെയും മരങ്ങളുടെയൊക്കെ സജഷൻസ് കൊടുക്കണം. അത് ഇൻഡിഗോയും ക്രിംസൺ റെഡുമാണ്. കുറച്ച് കളർ അവിടെ തുടച്ചെടുക്കാം, ബ്രഷ് വെച്ചിട്ട് തുടച്ചെടുക്കാം. അപ്പോൾ ഒന്ന് ലൈറ്റ് ആവും. ഇൻഡിഗോയും ക്രിംസൺ റെഡുമാണ്. അതുപോലെ ഈ മതിലിൻ്റെ ലെഫ്റ്റ് സൈഡിലെ മതിലിനോട് ചേർന്ന് കുറച്ച് പെയിൻറ്റ് സ്പ്രേ കൊണ്ട് ചെറിയ ടോൺസ് കൊടുക്കുക. അതുപോലെ അവിടുത്തെ ആ പുല്ലിൻ്റെ തീരുന്ന ഭാഗത്ത് ബേൺസീനെ കൊണ്ട് ചെറിയ സ്ട്രോക്സ് കൊടുക്കുക. അത് ഫൈനൽ ടച്ചാണ് അതെല്ലാം. ബേൺസീന കൊണ്ടാണ്, ബേൺസീന പെയിൻറ്റ് സ്പ്രേ കൊണ്ടാണ് നമ്മൾ ഫൈനൽ ടച്ചുകളെല്ലാം ചെയ്യുന്നത്. ഈ 2 ആൾരൂപങ്ങളാണിത്. ആ ആൾരൂപ സ്ത്രീക്ക് നമുക്ക് ആദ്യം ഗാംബോ ജെല്ലോയും ബേൺസീനയും ചേർത്തിട്ട് ലൈറ്റാക്കിയിട്ട് ആ സ്ത്രീയുടെ സാരി മുഴുവനും ആ കളറാണ് കൊടുക്കേണ്ടത്. ഗാംബോ ജെല്ലോ, ബേൺസീന ലൈറ്റായിട്ട് വാഷ് ചെയ്യണം. അതുപോലെ പുരുഷൻ്റെ ശരീരത്തിൻ്റെ ഭാഗത്തും ഇതേ കളർ തന്നെ, ഗാംബോ ജെല്ലോ, ബേൺസീന. ബേൺസീന കുറച്ച് ഡാർക്ക് ടോൺ എടുത്തിട്ട് അവരുടെ സാരിയുടെ ഭാഗത്ത് വരുമ്പോൾ കുറച്ചും കൂടി ഡാർക്ക് ടോൺ കൊട്ടി കൊടുക്കണം. അതിന് ശരിക്കും ഷെയ്ഡ് വരത്തക്ക രീതിയിലാണ് ഗാംബോ ജെല്ലോ, ബേൺസീന. ഇനി പ്രഷ്യൻ ബ്ലൂ എടുത്തിട്ട് അവർ ബ്ലൗസിന് കൊടുക്കണം. ബ്ലൗസിൻ്റെ കളർ പ്രഷ്യൻ ബ്ലൂ ആണ്. അപ്പോൾ പ്രഷ്യൻ ബ്ലൂ ഈ യെല്ലോ കൂടി ചേരുമ്പോൾ വേറൊരു പ്രത്യേകം പച്ചയായിട്ട് മാറും. അതൊരു ഭംഗിയുള്ള പച്ചയാണ്.
പിന്നെ ഒരു കൈ കൊടുക്കാനായിട്ട് ബേൺസിയറിന് മാത്രം എടുത്തിട്ട് കൈ നീട്ടി വരച്ച് കൊടുക്കണം. അതുപോലെ മറ്റേ ആളുടെ കൈ ഇങ്ങനെ മുണ്ട് പിടിച്ചേക്കുന്ന രീതിയിലൊക്കെ ആക്കി കൊടുക്കാം. അയാളുടെ ഷോള് പുതച്ചേക്കാണ്, മഞ്ഞ ഷോള് പുതച്ചിരിക്കുകയാണ്. അതാണ് ഞാൻ ആ കളർ കൊടുക്കാൻ കാരണം. താഴേക്ക് നമുക്ക് ഇൻഡിഗോ, അയാളുടെ മുണ്ടിൻ്റെ ഭാഗത്ത് നമുക്ക് ഇൻഡിഗോ കൊടുക്കാം. റഷ്യൻ ബ്ലൂ ഒന്നുകൂടി ആ ബ്ലൗസ് ഡാർക്കൻ ചെയ്യാനായിട്ടാണ്. അതൊരു നമ്പർ 3 ബ്രഷ് വെച്ച് വേണം ചെയ്യാനായിട്ട്. പെയിൻറ്റ് സ്പ്രേ എടുത്തിട്ട് ആളുടെ തല കൊടുക്കുക, പെയിൻറ്റ് സ്പ്രേ. അതുപോലെ ആ സ്ത്രീയുടെ മുടിക്ക് പെയിൻറ്റ് സ്പ്രേ കൊടുക്കണം. അതിന് മുമ്പ് ഉണങ്ങിയെന്ന് നോക്കണം, നമ്മുടെ ബ്ലൗസിൻ്റെ കളർ ഉണങ്ങിയെന്ന് നോക്കണം. ഉണങ്ങിയെങ്കിൽ ആ മുടി തീരെ താഴത്തേക്ക് വരച്ച് കൊടുക്കാം. പെയിൻറ്റ് സ്പ്രേ ആണ്. ഇനി അവർ ഷാഡോ, റൈറ്റ് സൈഡിലേക്ക് ഷാഡോ നീട്ടി കൊടുക്കാം. അത് ഇൻഡിഗോ ചെയ്യാം, ഇൻഡിഗോയും ക്രിംസണും കൂടി ചേർത്തിട്ട് ഷാഡോ ഡാർക്കായിട്ട്. അതേപോലെ തന്നെ ആ മതിലിനോടുള്ള ഷാഡോ എല്ലാം ചേർത്ത് വലത്തേക്ക് ഷാഡോ നീട്ടി കൊടുക്കുക. ഇൻഡിഗോ, പെയിൻറ്റ് സ്പ്രേ, ക്രിംസൺ റെഡ്, അതാണ് ഞാൻ റോട്ടിൽ ഷാഡോന് കൊടുത്തിരിക്കുന്നത്. ഷാഡോ തുടങ്ങുമ്പോൾ നല്ല ഡാർക്ക് ടോൺ ആയിരിക്കും. ഷാഡോ തീരണ സമയത്ത് ഫിനിഷ് ചെയ്യാറാകുമ്പോൾ ലൈറ്റ് ടോൺ ആയിരിക്കും. ഇൻഡിഗോ, പെയിൻറ്റ് സ്പ്രേ. ഇത് ചെറിയ ഭാഗത്ത് നിന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഡെൻസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കണം, ഒപ്പിയെടുത്താൽ മതി. ഈ ഒരു ലൈനർ ബ്രഷ് എടുത്തിട്ട് പെയിൻറ്റ് സ്പ്രേ കൊണ്ട് റോഡിൽ കുറച്ച് അക്രോസ് ഈ ടാർ മാർക്കുള്ള ഭാഗത്ത് കുറച്ച് വരകൾ കൊടുത്താൽ അതൊരു ഭംഗിയാണ്. ഇനി പോസ്റ്റർ വൈറ്റിൽ കുറച്ച് ഗാംബോ ജെല്ലോ മിക്സ് ചെയ്തിട്ട് ഹൈലൈറ്റ് വേണ്ട ഭാഗത്ത് പതുക്കെ ടച്ച് ചെയ്ത് കൊടുക്കാം. ഹൈലൈറ്റ് വേണ്ട ഭാഗത്ത് അപ്പോൾ നമുക്ക് വൈറ്റ് കടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തെളിച്ചെടുക്കാം. പോസ്റ്റർ കളർ വൈറ്റും അതിൻ്റെ കൂടെ ഗാംബോ ജെല്ലോയാണ്. ചെടികളുടെ തുമ്പിലും തലപ്പത്തും എല്ലാം ചെറിയ ചെറിയ സ്പോട്ടുകൾ കൊടുക്കാം. പോസ്റ്റർ വൈറ്റ് പ്ലസ് ഗാംബോ ജെല്ലോ കോയിൻ ബ്രഷ് വെച്ചിട്ട് ചെറിയ ചെറിയ സ്പോട്ടുകൾ കൊടുക്കുകയാണ്. ഇത് പെയിൻറ്റിങ്ങിൻ്റെ ക്ലൈമാക്സ് ഭാഗമാണ്. അങ്ങനെ ഈ പെയിൻറ്റിങ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഈ പെയിൻറ്റിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഇതൊന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം എൻ്റെ റിക്വസ്റ്റാണ് ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.